എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ബാവോ ടൗൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഇന്നലെ നമ്മൾ ടെമ്പോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബാവോ ടൗണിലേക്ക് വന്നായിരുന്നു. ഇനി ഇവിടുന്ന് നമ്മൾ സെഡ്രു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് നമ്മൾ യാത്ര ആരംഭിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വിശേഷങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം ഇങ്ങോട്ട് വന്ന റോഡ് പോലെ തന്നെയാണ്, അതിലെ കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ കാപ്പി കുടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളൊരു വീട്ടിലാണ്, അപ്പം കാപ്പി കുടിക്കാൻ ഇതുണ്ടോ, നമ്മളവിടെ ഇതിനകത്താണ് കാപ്പി കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതുണ്ടോ ഒരു സൈസ് കേക്ക് കണ്ടോ ഗൈസ്, ഇതിവിടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കേക്കാണ്. പിന്നെ കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവർ നോക്കി, ഇതെല്ലാം ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. ഇത് പഞ്ചസാരയാണ് ചെറുതായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ, ഇതുണ്ടോ പഞ്ചസാരയാണ്. പിന്നെ ഇത് നെസ്കോഫി, ഇതൊക്കെ ഇവർ കാപ്പി കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവർ വാങ്ങിച്ച് കുടിക്കത്തുള്ളൂ, അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലെ കാപ്പിപ്പൊടി ഒന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. ചൂടുവെള്ളം വേണ്ടത് കണ്ടോ, ചൂടുവെള്ളം ഇതിനകത്ത് കൊണ്ടുവരും. ചായക്കപ്പ് ഇതാണ് കേട്ടോ, ഈ ഒരു വലിയ ഇതിനകത്ത് നിറച്ചൊക്കെയാണ് ഇവർ കുടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. നമ്മുടെ യാത്രയുടെ അന്ത്യത്തിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് പോയി സെഡ്രുവിലെത്തിയിട്ടും അവിടുന്ന് പിന്നെ എന്തായാലും ഇവിടുന്ന് 2-3 ദിവസം എടുത്താണ് നമ്മൾ വീട്ടിലെത്തത്തുള്ളൂ. റോഡ് മാർഗം പോകുന്നതുകൊണ്ട് ഒരു ദിവസം ഫുള്ള് ഡ്രൈവ് ചെയ്തൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് ഒരു ദിവസം ഫുള്ള് ഡ്രൈവ് ചെയ്ത് സെഡ്രുവിലെത്തും. സെഡ്രുവിൽ നിന്നും ഫുൾ ഡേ ഡ്രൈവ് ചെയ്ത് നമ്മുടെ കൂടെയുള്ള പാസ്റ്റർ വീട്ടിൽ എത്തും. അവിടെ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം അവിടുന്ന് പിന്നെ ഒരു ദിവസം ഫുള്ള് ഡ്രൈവ് ചെയ്താണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം സെഡ്രുവിലെത്തിയതിന് ശേഷം നമുക്ക് അവിടുത്തെ ഹോട്ടലിലായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ബൈ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അതിനൊരു സൊല്യൂഷനായെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇവിടുന്ന് ഒരു പെൺകുട്ടി മിസ്സിങ് ആയെന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളവർ സഹോദരന്മാരൊക്കെ തിരക്കി പോയിരിക്കുകയായിരുന്നു. സെഡ്രു എന്ന് പറയുന്ന സ്ഥലം, പിന്നെ സിയ എന്നൊക്കെ പറയുന്ന സ്ഥലത്തോട്ട് ആദ്യത്തെ ദിവസം നമ്മൾ തങ്ങിയിടത്തോട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പം അവർ ഇന്ന് അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല, ആ പെൺകുട്ടീനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ്. ഇപ്പം വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇവിടെ വിച്ച് ക്രാഫ്റ്റൊക്കെ ഭയങ്കര ഒത്തിരി പ്രബലമായിട്ടുള്ള ഏരിയയാണ്. ഇവിടെ അല്ല, കുറച്ചപ്പുറത്തോട്ടൊക്കെ. അപ്പം അങ്ങനെ എന്തോ സംഭവിച്ചിട്ട് പെൺകുട്ടിയായിട്ട് പോയിരിക്കുമായിരുന്നു. ആ പെൺകുട്ടീനെ കൊണ്ട് കടന്നതായിരുന്നു. എന്നിട്ട് ഇവർ 2-3-4 ദിവസമായിട്ട് തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ അവസാനം കണ്ടുപിടിച്ച്, ഇവിടുന്ന് ഒത്തിരി ദൂരെയാണ് കേട്ടോ, കണ്ടുപിടിച്ചെന്നാണ് പറഞ്ഞത്. ഇപ്പം അവർ പെൺകുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം എന്തോ ചെയ്തിട്ട കാര്യങ്ങളൊക്കെയാണ് എന്തോ. അപ്പം ഇപ്പോൾ അവർ ഹോസ്പിറ്റലിലോട്ട് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്താ സംഭവം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, പക്ഷേ ഇതൊക്കെയാണ്. അപ്പം ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര ആയിട്ടുണ്ട് കേട്ടോ. പെൺകുട്ടി മിസ്സായി, നമുക്കും അത് ഭയങ്കര സങ്കടമാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും ഇല്ല നമുക്കറിയാവുന്നവരും ഒക്കെ ഇതിൻ്റെ പുറകെ ഇല്ല നടക്കുക എന്ന് പറയുമ്പോൾ ഇല്ല ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങൾ അവരെല്ലാം തിരക്കായിരുന്നു. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ വേണ്ടപ്പെട്ടവരാരും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുട്ടീനെ തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളിവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പേ ആ വിവരം നമ്മൾ അറിഞ്ഞെന്ന് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ട് ഗൈസ്. എല്ലായിടത്തും അതൊരു വിഷയമാണ്. കാരണം ഇങ്ങനത്തെ വിച്ച് ക്രാഫ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, എന്താ ഒന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇതായിട്ടിരിക്കുന്നു. Okay. The family, the woman. All the family, the woman, your man, your pa, everybody. Hello to them. Okay. Hello to them. May God bless them. So Nice meeting to you. താങ്ക് യു. സോ ഇവര് That is my community. ഭയങ്കര സ്നേഹത്തോടു കൂടി നമ്മളോട് പറഞ്ഞ് വീട്ടിലുള്ള എല്ലാവരും Our facilitator, hello to them. Missionary, everybody. The director, hello to him. താങ്ക് യു സോ മച്ച്. സോ ഇവര് എല്ലാവർക്കും ഹലോയും സ്നേഹവും ഒക്കെ ഇവർ തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ അങ്ങ് തരുവാണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. സോ ഇവിടെ ആയിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം ബന്ധുക്കളൊക്കെ തന്നെയാണ് കേട്ടോ. ഈ മമ്മയുടെ വീടാണ് അത്, മമ്മയുടെ വീടാണിത്. സോ ഇതെല്ലാം ബന്ധുക്കളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് മമ്മ, ഗോഡ് ബ്ലെസ് യു. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ലഗേജൊക്കെ കെട്ടി എല്ലാം സെറ്റാക്കി നമ്മൾ യാത്ര പുറപ്പെടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. സോ ഈ സ്ഥലത്തുനിന്ന്
ഇവിടെ പറയുമ്പോഴത്തേക്കിനും ഒരു വിഷമമൊക്കെ ഉണ്ട്. കാരണം ഇവർ ആൾക്കാരൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ നമ്മളോട് ഇടപെട്ട് നമുക്ക് ആഹാരമൊക്കെ തന്ന് നമ്മളെ നല്ല രീതിയിൽ എല്ലാവരും കണ്ട് നല്ല രീതിയിൽ നോക്കുകയൊക്കെ ചെയ്തോട്ടെ. അവിടെ അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്കിനും നമുക്കൊരു വിഷമം. ഇന്നലെ എൻ്റെ മടി കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും സൈനക്കുഞ്ഞിൻ്റെ കാര്യം കണ്ടപ്പോഴത്തേക്കിനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. ടാറ്റാ, സേ ടാറ്റാ, ഉമ്മ കിസ് യു, ബൈ ബൈ, നെക്സ്റ്റ് ടൈം വിൽ മീറ്റ് യു, ഓക്കെ മാമ, ബൈ ബൈ. ഈ ഇരിക്കുന്നവരൊക്കെ മറ്റുള്ള രാജ്യത്തു നിന്നുള്ളവരാട്ടോ. എല്ലാം ജോലിക്ക് വേണ്ടി ഇവിടെ ഇന്നത്തെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ അവരെല്ലാം ഇരിക്കുകയാണ്. നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. സോ ഇതിലെ നമ്മൾ പോയി വലത്തേക്ക് തിരിഞ്ഞ് നേരെ സെട്രൂ. ഗൈസ് ഇപ്പോൾ ഏകദേശം സമയം 9:30 ആകുന്നു കേട്ടോ. നമ്മുടെ യാത്ര അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ബാവോസ്ഥാൻ ബാവോ ടൗണിനോട് നമ്മൾ വിട പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകണം. സോ ഇതായിരുന്നു ബാവോ ടൗണിൻ്റെ മെയിൻ ബോർഡ്. ഗൈസ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ബൈക്കിൻ്റെ ബ്രേക്ക് പൂർണ്ണമായിട്ടും പോയി. അപ്പോൾ അദ്ദേഹം അത് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊട്ട് മുമ്പിലത്തെ വീഡിയോയ്ക്ക് ബാവോ ടൗണിനോട് വിട പറയുകയാണെന്നൊക്കെ പറഞ്ഞ് നേരെ വണ്ടി പോയി ഒരു പൊന്തക്കാട്ടിനകത്തേക്കായിരുന്നു. എന്താ ഭാഗ്യത്തിന് കുറേ കഷ്ടപ്പെട്ട് അദ്ദേഹം വണ്ടി ബാലൻസ് ചെയ്ത് പിടിച്ചു നിർത്തി കേട്ടോ. ഇനിയും ഇപ്പോൾ ബ്രേക്ക് ടൈറ്റ് ചെയ്തിട്ടാകുന്നില്ല. ഇനി ഇവിടെ നിന്നുള്ള യാത്രകൾ ബ്രേക്ക് ഇല്ലാതായിരിക്കും ഗൈസ് മിക്കവാറും. ആ കാണുന്ന ബോർഡിന് അപ്പുറത്തോട്ട് ലിയോ പീപ്പിൾ ആൾക്കാരുടെ വാസസ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് ഇതിപ്പം വനമാണ്, ഈ ഏരിയ വനമാണ്. നമ്മൾ വനം പോലെ അപ്പുറത്ത് കണ്ടതൊക്കെ ഇതെല്ലാം വനത്തിൻ്റെ ഏരിയപ്പെട്ടതാണ് കേട്ടോ. അപ്പുറത്ത് നമ്മൾ കണ്ടതൊക്കെ വനമല്ല, ലിയോ പീപ്പിൾ താമസിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ്. ഇപ്പം നമ്മൾ വനത്തിനകത്തോടെ യാത്ര ചെയ്യാണ്. വനം ഇപ്പോൾ വനമാണ്. നമ്മളവിടെ വീണ് കേട്ടോ കേസ്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കേണ്ടെന്ന് ഓർത്തായിരുന്നു. വീണ് ബ്രേക്ക് പോയി, വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ട് വണ്ടിയുടെ ബ്രേക്കില്ല. നമ്മളപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്. സോ വഴിയെല്ലാം പോയി കിടക്കണം. അതുകൊണ്ടാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങൾ ഇതിലെ വണ്ടിയൊക്കെ വലിയ വണ്ടികൾ ഇതിലെ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളേരിയയിൽ നിന്ന് പുറത്തോട്ട് വന്നു. ഇവിടുന്ന് ഇനി കുറച്ചുകൂടെ ദൂരമേ ഉള്ളൂ നമ്മളുടെ ഡെസ്റ്റിനേഷൻ. സോ ചെറുതായിട്ട് വീണ് കാലൊന്നും പറ്റില്ലെന്ന് തോന്നുന്നു. ഇതാണ് ഞങ്ങളുടെ വഴി. ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ യാത്ര ആരംഭിച്ചപ്പോഴത്തേക്കും ആരംഭിച്ചപ്പോൾ നമ്മളൊരു വർക്ക്ഷോപ്പിലുണ്ടായിരുന്നല്ലോ. അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തി. 3 മണിക്കൂർ മുകളിലെടുത്തു കേട്ടോ. മുമ്പായിരിക്കും നമ്മൾ യാത്ര തുടങ്ങിയാണ്. ഇപ്പോൾ ഏകദേശം 11:30 കഴിഞ്ഞു. 11:12 ആകും. സോ നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് തന്നെ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ബ്രേക്കൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കുക. സോ ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ സെഡ്രൂ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോലും പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ബോങ് കൗണ്ടിയിലേക്ക് പോകാനായിട്ടാണ് പ്ലാൻ. അധികം താമസിക്കാതെ. ബ്രേക്ക് ഷൂ തീർന്നായിരുന്നു കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഗ്രാജുവേഷൻ സെറമണി നടക്കുകയാണ് കേട്ടോ. ചർച്ചിൽ വെച്ചാണെന്നോ, അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്. ഗൈസ് ഇപ്പോൾ ഏകദേശം സമയം 12 മണി കഴിഞ്ഞു കേട്ടോ. നമ്മളങ്ങനെ സിയ ടൗണിനോട് യാത്ര പറയുകയാണ്. ഈ നഗരത്തോട് ഇവിടെ പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മളിവിടെയാണ് താമസിച്ചത് 2 ദിവസം. ഇനിയുള്ള റോഡുകൾ ടാറില്ലേലും നല്ല റോഡുകളാണ്. ശരി, ഇവിടെ നിന്നും നമ്മളിപ്പോൾ സെട്രൂ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ആക്ച്വലി ഈ ബൈക്കിൽ നമ്മൾ യാത്ര ആരംഭിച്ച സ്ഥലമാണ് സെട്രൂ. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ യാത്രയിൽ മറ്റൊരു ദുർഘട ഘട്ടമാണ് കേട്ടോ ഇത്.
നമ്മുടെ വഴി മണ്ണ് റോഡായതുകൊണ്ട് ഈ പൊടി ഭയങ്കരമായിട്ട് നമ്മുടെ യാത്രയെ തടസ്സപ്പെടുന്നുണ്ട് കേട്ടോ. നമുക്ക് മുമ്പിലത്തെ കാഴ്ചകളൊന്നും വിസിബിൾ അല്ലാത്ത രീതിയിൽ കൂടെ ഭയങ്കരമായിട്ടും പൊടിയാണ് ഗൈസ്. മണിക്കൂറുകൾ നീണ്ട യാത്രയാണ് നമ്മുടെ യാത്ര കേട്ടോ. ഏകദേശം ഇതിപ്പോൾ 4-മത്തെയോ 5-മത്തെയോ മണിക്കൂറിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വഴി തീരുന്നില്ലല്ലോ, ഇതിൻ്റെ അന്ത്യം എവിടെയാണ് എന്നുള്ള ആശങ്ക എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള പാടാണ് ഈ പ്രത്യേകിച്ച് ഇത്തരം റോട്ടിൽ കൂടെ ഉള്ള യാത്ര. അതുപോലത്തെ ദുർഘടമായിട്ടുള്ള റോട്ടിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ യാത്ര. നമ്മളങ്ങനെ സെഡ്രു എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ നമ്മൾ ബോങ് കൗണ്ടിയിലേക്ക് പോവുകയാണ്. ബൊമ്മിയല്ല, ബോങ് കൗണ്ടി. അപ്പം ആ കൗണ്ടി ഗ്രാൻജീരിയ സെഡ്രു. സോ ഗ്രാൻജീരിയ കൗണ്ടിയിലെ സെഡ്രു എന്ന് പറയും. ZWERDRU സെഡ്രു എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തി. ഇവിടെ നിന്നായിരുന്നു നമ്മൾ യാത്ര തുടങ്ങിയത്. അവിടെ തന്നെ നമ്മളെത്തി. നമ്മളിന്നിവിടെ താമസിച്ചിട്ട് നാളെ ഇവിടുന്ന് പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ തീരുമാനം മാറ്റി നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ നേരെ ബോങ് കൗണ്ടിയിലേക്ക് പോവാണ്. അവിടുന്ന് നാളെ രാവിലെ മിക്കവാറും നമ്മൾ മൊറോവിയയിലേക്ക് പോകും. അതാണ് നമ്മളിപ്പോഴത്തെ ഷെഡ്യൂളും പ്ലാനൊക്കെ. സോ ഗൈസ്, ഇതാണ് സെഡ്രു. സെഡ്രു അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ. കുറേ കടകളും അതൊക്കെ ആയിട്ട് നല്ല അത്യാവശ്യം വലിയൊരു ഏരിയ ആണ്. നമ്മൾ ഈ സെഡ്രുവിലേക്ക് എത്തുന്നതിന് മുമ്പ്, ക്ലിയോ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുമ്പം സെഡ്രുവിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ നമുക്കൊരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. നമ്മൾ പോയപ്പോഴും ആ ചെക്ക് പോയിൻ്റ് നമുക്ക് പ്രശ്നമായിരുന്നു. പോയപ്പോൾ നമ്മുടെ ലഗേജ് എല്ലാം അവർ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പോഴും നമ്മളോട് ലഗേജൊക്കെ എടുത്ത് നോക്കാനൊക്കെ പറഞ്ഞായിരുന്നു, ഉറപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾക്ക് കസ്റ്റം മിഷണറീസൊക്കെ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അത് പിന്നെ വേറെ 2-3 ഓഫീസേഴ്സ് ഇടപെട്ട് വേണ്ടെന്ന് പറഞ്ഞു. എല്ലാം നമ്മൾ വീണ്ടും അതെല്ലാം അഴിച്ച് എല്ലാം കാണിക്കേണ്ടി വന്നേനെ. ആക്ച്വലി പൈസയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ ഒരു എല്ലാ ലഗേജൊക്കെ എടുപ്പിക്കുക കേട്ടോ. നമ്മൾ നേരെ ചെന്ന് 100, 200, 300 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം, പ്രശ്നമില്ല, നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഗൈസ്, സെഡ്രുവിൻ്റെ മറ്റൊരു ഏരിയയിലൂടെ നമ്മൾ ബോങ് കൗണ്ടിയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേണ്ട ഈ ഏരിയയിലായിരുന്നു കാറ് കൊണ്ട് നിർത്തിയിട്ടിട്ട് നമ്മൾ അവിടുന്നായിരുന്നു പോയത് കേട്ടോ. നമ്മൾ തിരിച്ചിവിടെ തന്നെ എത്തി. ഇവിടെ നമ്മൾ ഇതിപ്പോൾ 5 മണിക്കൂറത്തെ യാത്രയായിരുന്നു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും പോവുകയാണ്. തിരിച്ചല്ല, ബോങ് കൗണ്ടിയിലേക്ക് പോവുകയാണ്. ഗൈസ്, അങ്ങനെ 2 മണി കഴിഞ്ഞു കേട്ടോ. തുടർച്ചയായ 4.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ സെഡ്രുവിലെത്തിയിരിക്കുക കേട്ടോ.